എന്നിട്ട് വണ്ടി ഇടിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ. നീയൊക്കെ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നേ? നിന്നൊക്കെ പണ്ടേ ഞങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന. ചേട്ടാ പറഞ്ഞിട്ടില്ല നിന്നോട്. ഞാൻ എന്ത് ചെയ്തിട്ടില്ല. നീ കൂടുതൽ പറയണ്ടാ. നിന്റെയൊക്കെ വാശിക്ക് മുന്നിൽ തന്നെ ഇല്ലാത്ത പൈസ മുടക്കി ബൈക്ക് മേടിച്ചു തരും. എന്നിട്ട് പെട്രോൾ കാശില്ലാതെ വരുമ്പോ പിടിച്ചു പറയും കഞ്ചാവ്. എന്താണ് നിന്റെയൊക്കെ പരിപാടി? നീ മാത്രമല്ലടാ, നിന്നെ പോലെ കുറെ എണ്ണം ഉണ്ട്. നിന്നെയൊക്കെ നോക്കി വെച്ചിരിക്കുക. വേണ്ട ജെസ്സി, വേണ്ട. ഇവർക്ക് എന്താ പ്രാന്താണോ? മോനെ, നിന്റെ പ്രായത്തിലുള്ള ഒരു മോൻ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവനെ കാണാൻ പോവാ. ഏയ് വേണ്ട 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 വേണ്ട. ഞാനൊന്നും ചെയ്തില്ല ഫാദർ. ആ സ്ത്രീ എന്നെ വെറുതെ തല്ലുമായിരുന്നു. അവർക്ക് എന്താ പ്രാന്തുണ്ടോ? എല്ലാം എനിക്കറിയാം. മുറിഞ്ഞല്ലോ, ബാ മരുന്ന് വയ്ക്കാം. ഇച്ചിരി വെള്ളം കിട്ടൂ? കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ. കൈ മാത്രമേ ഉള്ളൂ, വേറെന്തെങ്കിലും പറ്റിയോ? അവന്റെ പേരെന്ന്? ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ. ആ സ്ത്രീയെ അറിയൂ? ഇല്ല ഫാദർ, എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് അവരെ കാണണേ. ആരാ അവര്? എന്നോടെന്തിനാ ഇങ്ങനെ? ഹരികൃഷ്ണൻ ആ സ്ത്രീയെ അറിയണം, ആ അമ്മയെ അറിയണം. ആ അമ്മ ഈ അവസ്ഥയിലായതിൻ്റെ കാരണവും അറിയണം. അത് ഞാൻ പറയാം. ഹായ്, എഴുതു വെക്കട. ഏതാടാ ഈ പുള്ളി? ശല്യമാണല്ലോ. അങ്ങനെ പറയല്ലടാ. ഇത് ഞങ്ങളുടെ കുട്ടച്ചൻ. ഞങ്ങളുടെ വീട്ടിലല്ല. ഞങ്ങൾ തമ്മിൽ രക്തബന്ധമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ നല്ല കൂട്ടാ. ഓക്കെ, പപ്പ വന്നോ? പോട്ടെ. ജെസിമോളെ, ദോശ ചുടുവാണോടാ? ഇനി ഞാൻ മറിച്ചിടാം. ഭയങ്കര സ്നേഹാണല്ലോ. ചമ്മന്തി മാത്രമല്ലോ? അല്ലല്ല, സാമ്പാറുണ്ടോ? നീ പൊളിയാണ്. നിനക്ക് ഇഡലി അപ്പം വേണോടാ? എന്താണ് പപ്പ, ദോശ ഇടുവാണോ? പോ. അമ്മ, നീ ഞങ്ങളുടെ സയൻസ് ടീച്ചറിന്റെ മോൻ ബൈക്ക് വാങ്ങി. ഒരു അടിപൊളി ബൈക്ക്. മനസ്സിലായി.
എന്താ രസം. എത്ര നാളാ ഞാൻ പറഞ്ഞു എനിക്കൊരു ബൈക്ക് വാങ്ങിത്തരാൻ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ ബൈക്കിന്റെ ഇത് നടക്കില്ല എന്ന്. അത് സമയമാകുമ്പോ പപ്പ വാങ്ങിത്തരും. മമ്മ പറഞ്ഞ പപ്പ കേക്കും. പ്ലീസ് മമ്മ. വേണ്ടെന്ന് പറഞ്ഞില്ലേ ജിത്തുമോനെ? ബൈക്ക് വാങ്ങണെ പറ്റി ആലോചിക്കേ വേണ്ട. ഇപ്പൊ എന്റെ മോൻ പോയി പഠിക്ക്. അതെ, ബൈക്ക് വാങ്ങി തരാത്തന്റെ പേരിൽ എന്റെ മോൻ പിണങ്ങി പോണെങ്കിൽ അങ്ങ് പൊക്കോ കേട്ടോ. സാരമില്ല. ചോറിനടാ. നിക്കടാ മോനെ. എടാ എടാ ചോറ് കൊണ്ട് പോടാ. എടാ നിക്കടാ ജിത്തു. ക്രിസ്മസിന് മുമ്പ് കുന്നേപ്പള്ളി പോകാന്ന് പറഞ്ഞതാ. ആ കുഴപ്പമില്ല, ഞാൻ ഓർത്തോളാം. അത്രയും ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് ഡ്രൈവിങ്ങിന് ജോർജിനെ കൂടെ കൂട്ടിയാലോ? ഏയ് അതൊന്നും വേണ്ടടി, അത് ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചോളാം. അവൻ ഇന്നും ഒന്നും കഴിച്ചില്ല അല്ലേ? ഇന്ന് 3 ദിവസം അവൻ എന്തെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചിട്ട്. നോബിളെ, ഞാനൊരു കാര്യം പറയട്ടെ. അവനും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങള്? അവന്റെ പ്രായം അതല്ലേ. എത്ര നാൾ നമ്മൾ അവനോട് വാശി പിടിച്ചിരിക്കും? അവന്റെ മനസ്സ് ഞാനും കാണുന്നുണ്ടായിരുന്നു. അവന്റെ സന്തോഷമല്ലേടി നമ്മുടെ സന്തോഷം. അപ്പൊ നോബിള് ആ സമ്മതിച്ചോ? സമ്മതിച്ചടി. ശരിക്കും സമയം പോയതറിഞ്ഞില്ല. പള്ളിമേട വരെ പോണം. മോന്റെ ബൈക്ക് ഓക്കെ ആണോ? കുഴപ്പമില്ല ഫാദർ. ഫാദർ ജിത്തു പോ. പറയാം, നമ്മൾ അങ്ങോട്ടേക്കാ പോകുന്നത്. ഫാദർ നമ്മളെന്താ ഇവിടെ? അപ്പോ ജിത്തു 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 ദാ അവിടെ. എന്താ ഫാദർ? എന്താ ഇത്? നമ്മുടെ ജിത്തുവോ? ജിത്തുവിന് എന്താ പറ്റിയേ? മറക്കാൻ ശ്രമിക്കുന്ന കുറെ ഓർമ്മകൾ. എങ്കിലും ഞാൻ പറയാം. ഓക്കേടാ. എനിക്കോ? ആണോ? അതെ, സത്യം സത്യം. യെസ്. ഇത് നോക്ക് കുട്ടച്ച. യെസ്. മമ്മ ഉമ്മ.
എടാ വാടാ, കേറി വാടാ. ഇതാണോ അവിടെ സർപ്രൈസ്? ഇതാ ഞാൻ പറഞ്ഞ സർപ്രൈസ്. പപ്പ വാങ്ങിച്ചു തന്നതാ. കൊള്ളാലോ, അടിപൊളി. ആ ഹായ് ആൻറ്റി. ഹലോ മോനെ. ചെലവുണ്ട്, ചെലവ്. അതിനിപ്പോ എന്താ? നിക്കടാ, നിന്റെ ഹെൽമെറ്റ് എവിടെ? അതിനൊന്നും കാര്യമില്ല, ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അഥവാ ഉണ്ടായി തന്നെ 500 രൂപ കൊടുത്താൽ മതി. നിങ്ങൾ എന്തിനു വേണ്ടിയാ മക്കളെ ഹെൽമെറ്റ് വെക്കുന്നത്? നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയോ അതോ പോലീസിനെ പേടിച്ചിട്ടോ? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും പോലീസിനൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കള് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് പോയാൽ മതി, യാത്ര ചെയ്താൽ മതി കേട്ടാ. ടാറ്റാ. ഓക്കെ മാമ. ജെസ്സി, ജെസ്സി ഇറങ്ങാറായില്ലേ? മമ്മ, ആ അതെ, മമ്മിയും പപ്പ ഇത്തിരി താമസിച്ചേ വരുള്ളൂ. കുട്ടച്ചനെ കഴിക്കാനുള്ളതും മോന് കൊണ്ടുപോകാനുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുട്ടച്ചാ ഞങ്ങൾ പോയിട്ട് വരാം. കുഴപ്പമില്ല. ഗേറ്റ് ഒന്ന് അടച്ചേക്കണേ. ഓക്കെ. Jitu, Jitu, ya dikira, നോബ്ലെ, ആ ജിത്തുമോന് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ആ, ആ, ആ. ദേ അവിടെ ഒരു ജാക്കറ്റിന്റെ ഷോപ്പ്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഓ, എത്ര മിസ് കോളാ. ഫാദർ ഒരു 10-40 തവണ വിളിച്ചിട്ടുണ്ടല്ലോ. എന്താവാ നോക്കട്ടെ. ഹലോ, ഹലോ. ആ ഫാദർ, ആ പറഞ്ഞോ. ആ ഞങ്ങൾ പള്ളി വന്നതായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ. ആ എന്തോ? എപ്പോ? എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സത്യം പറ, ഉള്ളത് പറ ഫാദർ. ദേ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ. ഞങ്ങൾ ഉടനെ വരും. ഇവിടുന്ന് ഇപ്പൊ പോരുവാ. ആ ഒന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ലല്ലോ. ആ ആ ജെസ്സി നോബ്ലെ നോക്കിയേ, ദേ നമ്മുടെ ജിത്തുവിന് പറ്റിയ കോട്ട്. നീ കേറ് പെട്ടെന്ന്. അതെന്താ നോബ്ലെ, നന്നായിട്ടില്ലേ? നോക്കിയേ. എന്താ നോബ്ലെ ഒരു സന്തോഷമില്ലാത്ത? കുഴപ്പമില്ല, നീ ഇതെല്ലാം വെയ്. പോം, നമുക്ക് പോവാം. പെട്ടെന്ന് എത്തണം. പോയിട്ട് കാര്യമുണ്ട്. പോം.
നോബ്ലെ അവിടെ എത്ര ആൾക്കാര് നോബ്ലെ ഫാദറൊക്കെ ഉണ്ടല്ലോ അവിടെ നോബ്ലെ നമ്മുടെ മോൻ പോയി. എന്റെ കുഞ്ഞിനെന്ത് പറ്റി ഫാദർ? അയ്യോ മോനെ. അയ്യോ ഫാദർ, എന്റെ മോനെന്ത് പറ്റി? എന്റെ ദൈവമേ, എന്റെ കൂട്ടാ, എന്റെ കൂട്ടാ. മോനെ മോനെ, അയ്യോ. ജിത്തുവിൻ്റെ ഓർമ്മകൾ അതിന്നും എനിക്കൊരു തേങ്ങല. ഒക്കെ പറയാം. ഇന്ന് അവൻ്റെ 2ാം ചരമവാർഷിക. അവൻ്റെ മരണം ആ പാവം അമ്മ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല.
ഇതെല്ലാം സഹിക്കുന്ന ആ പപ്പയുടെ ഒരവസ്ഥ. അവന് കൊടുക്കാനായി വാങ്ങിയ സമ്മാനവുമായി നടക്കുന്ന അമ്മ. ഹരികൃഷ്ണ, നിനക്ക് കാണണ്ടേ? അവൻ്റെ പപ്പയും മമ്മിയും നിനക്ക് കാണണ്ടേ? വേണം ഫാദർ, എനിക്ക് ആ പപ്പയും അമ്മയും കാണണം. മമ്മ 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 പപ്പ 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 പപ്പച്ചി പപ്പച്ചി പപ്പച്ചി. മോനെ ചക്കര മോനെ, എന്റെ കുട്ടാ. അയ്യോ കർത്താവേ. മോനെ നോബ്ലെ, അപ്പവൻ ഇന്നും വരില്ല അല്ലേ? ഇവളിങ്ങനെ എന്നും അവൻ്റെ വരവും പ്രതീക്ഷിച്ച് നോക്കിയിരിക്കും. കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് ഗേറ്റിൽ പോയി നോക്കി നിൽക്കും. അവന് വിളമ്പി വെക്കും. 2 വർഷമായി മോനെ. അവൻ്റെ വരവും കാത്ത് ഇരിക്കുക അവള്. ഇനിയെങ്ങാനും ഇനിയെങ്ങാനോ വന്നാലോ? ആ പ്രതീക്ഷയില ഞങ്ങള്. മരിച്ചിട്ടില്ല. ഇല്ല, എൻ്റെ കൊച്ചു മരിച്ചിട്ടില്ല. മക്കളെ എത്ര ലാളിച്ചാണ് മാതാപിതാക്കൾ വളർത്തുന്നെന്ന് അറിയോ മോന്? പക്ഷേ നിങ്ങളുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് എത്ര അച്ഛനമ്മമാരുടെ പ്രതീക്ഷകളാണ് തകർക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള എത്ര മാതാപിതാക്കളാണ് ജീവച്ഛവമായി ജീവിക്കുന്നതെന്ന് നിനക്കറിയുമോ? ക്ഷമിക്കണം, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ക്ഷമിക്കണം. അമ്മേ, മോനെ നീ എവിടെയാ? എടാ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു. നീ എവിടെയാന്ന് പറഞ്ഞേ? എടാ നീ വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ അവള് വാശി പിടിച്ചിരിക്കുക. ഞാനിപ്പോൾ വരാം അമ്മേ, ഞാനിപ്പോൾ തന്നെ വരാം. ഒക്കെ വന്നിട്ട് പറയാം. മോള് കഴിച്ചോ? ചേട്ടായി വരാൻ താമസിക്കും. ഓ വേണ്ടമ്മേ, ചേട്ടായി വന്നിട്ട് കഴിക്കാം.
വീട്ടിലിരിക്കുന്നവരുടെ വിഷമം ഈ കുഞ്ഞുങ്ങൾക്ക് അറിയുമോ? ഇവർ നിങ്ങളുടെ വരവും കാത്തിരിപ്പുണ്ട്.